ഗായ്സ്, അപ്പം ഞാനിത് വന്നിട്ടുള്ളതുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് കേട്ടോ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടനാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മുടെ കോവിഡ് വാക്സിന് ശേഷം ഒരു 35 തൊട്ട് 60 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ള ആൾക്കാർ അറ്റാക്ക് വന്ന് മരിക്കുന്നതിനെ പറ്റി അത് കൂടുതൽ ഗൾഫ് കൺട്രീസിലാണ് കാണുന്നത്. അതുപോലെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അവെയർ ആയിട്ടിരിക്കാൻ നേരത്തെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു ആ വീഡിയോ. അപ്പം അതിൻ്റെ ഒരു കുറച്ച് ഇൻഫർമേഷനും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം അല്ലേ, ഒത്തിരി ലാഗ് അടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞിരുന്ന ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് D-ഡൈമർ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലഡ് ക്ലോട്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ബ്ലഡ് ക്ലോട്ടിൻ്റെ ഇതുകൊണ്ട് മാത്രമായിരിക്കില്ല ഇതിൻ്റെ റിസൾട്ട് ഹൈ ആയിട്ട് കാണിക്കുന്നത്. അതാണ് എൻ്റെ മെയിൻ പോയിൻ്റ്. അതാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് റിസൾട്ട് വരുമ്പോൾ 0.50 mg/dl അതിൽ കൂടുതലോ ആണെങ്കിലാണ് ഇത് ഈ ടെസ്റ്റ് നമ്മൾ പോസിറ്റീവാണെന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് വി ആർ ഹാവിങ് സം ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലഡ് ക്ലോട്ടിൻ്റെ ഈ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല ഈ D-ഡൈമർ എന്ന് പറയുന്നത് കൂടുതൽ കാണിക്കണം. ഓക്കെ, അതിൽ കുറച്ച് സിറ്റുവേഷനിലും കൂടി ഇത് ഹൈ ആയിട്ട് കാണിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഇത് ഹൈ ആയിരിക്കും. അതുപോലെ എന്തെങ്കിലും റീസെൻ്റ്ലി സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, റുമാറ്റോയിഡ് ആർത്രൈറ്റീസ് ഉള്ള ആൾക്കാർ, അതുപോലെ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഓൾറെഡി ഉള്ള ആൾക്കാർ, പിന്നെ ഇങ്ങനെ അനങ്ങാൻ പറ്റാണ്ട് കിടക്കുന്ന ആൾക്കാരില്ലേ, ഇമ്മൊബിലൈസ് ആയിട്ട് കിടക്കുന്നത്, നമുക്ക് മറ്റൊരാളുടെ സഹായത്തോടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, സ്ട്രോക്കൊക്കെ വന്ന പേഷ്യൻസില്ലേ, അങ്ങനെ കിടക്കുന്നത്, അങ്ങനെ തളർന്ന് കിടക്കുന്ന ആൾക്കാരിലൊക്കെ ചിലപ്പം D-ഡൈമർ ഹൈ ആയിട്ടായിരിക്കും കാണിക്കുക. അതുപോലെ ഓൾഡർ ഏജ് ഉള്ള പീപ്പിൾ, നമ്മുടെ പ്രായമായവരിലും മേ ബി ഇത് കുറച്ച് ഹൈ ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ഒരു ഇത്രയും സിറ്റുവേഷനിലും D-ഡൈമർ ഹൈ ആയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് റിസൾട്ടിൽ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പോയി D-ഡൈമർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉള്ള ആൾക്കാർ പോയി ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഹൈ ആണ്, അപ്പോൾ അവരുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ട് എന്ന് കരുതി ആരും ടെൻഷൻ അടിക്കേണ്ട. ഞാനീ പറഞ്ഞ കാര്യങ്ങളിലും ഇത് ഹൈ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. ഇനി നിങ്ങൾ ഇൻ കേസ് എങ്ങാനും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ നോർമൽ വാല്യൂ വെച്ചിട്ടല്ല, അല്ലാതെ നിങ്ങളൊരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യണം. ഡോക്ടറോട് കൂടുതലുള്ള നിർദ്ദേശങ്ങൾ അന്വേഷിക്കുക, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറ്റട്ടെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.